എന്തായാലും വണ്ടി ഓടി ഓടി ഇപ്പൊ കൊളറാഡോ കേറിയോ സാറേ? കൊളറാഡോ കേറി. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലിഫോർണിയയിലേക്ക്. നമ്മൾ വേണ്ട ഇപ്പോൾ കൊളറാഡോയിലാണ് ഉള്ളത്. ഡെൻവർ അപ്രോച്ച് ചെയ്യുന്നു. നമ്മുടെ ഓയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പമില്ല. സ്റ്റിൽ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. ഞങ്ങളിടയ്ക്ക് ഇതിൻ്റെ ഈ കൊളറാഡോ റൂട്ടിൽ കൂടെ ഇടയ്ക്ക് ഞങ്ങൾ ലൈറ്റ് വെയിറ്റ് ഉള്ളപ്പം ഞങ്ങൾ കയറി വരാറുണ്ടായിരുന്നു നേരത്തെ ടീമുമായിട്ട്. ആണോ? ഇടയ്ക്ക് ഇതിലെ പോകുമ്പോൾ നമുക്കൊരു ഇത് കാണാനൊരു കുറച്ചുകൂടെ എന്താ മറ്റേതെന്ന് പറയുമ്പോൾ നമുക്കൊരു കണ്ട് നമുക്ക് അങ്ങോട്ടൊരു വിരക്തി തോന്നുന്നില്ലേ? സീറോ റൂട്ട് ആകുമ്പം അപ്പൊ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കും ഈ റൂട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളിക്ക് അവിടെ ഒരു മെക്സിക്കൻ ഒരു ലോക്കൽ ഒരു കടയൊക്കെ ആയിട്ട് അവിടെ സ്ഥിരം പുള്ളി അവിടെ ഞങ്ങൾ വണ്ടി ഇവിടെ സൈഡിൽ നിർത്തി. അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയാ ഒരു തട്ടുകട എന്ന് പറയത്തില്ല, പക്ഷെ നമുക്ക് ആ ഒരു വൈബ് പോലെ. ഡെൻവറിലല്ല, അങ്ങ് കയറ്റം കയറിയ പോകുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ്. അപ്പം ട്രക്ക് ഇങ്ങനെ ഞാൻ അകത്തോടെ കയറാൻ ഇച്ചിരി ഞാനത് മറന്നുപോയി. അപ്പൊ അതിന്റെ സൈഡിൽ പോയി എനിക്ക് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ചെറിയ തോട് പോലെയോ. ഡെൻവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആ സ്ഥലം. അപ്പൊ ഡെൻവർ നമ്മൾ സിറ്റി കഴിഞ്ഞ് ഇപ്പം സിറ്റിയിലാണെങ്കിൽ പോലും നമ്മുടെ മറ്റു സിറ്റിയൊക്കെ ഇച്ചിരി വ്യത്യാസം കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ട്. അത് നമ്മുടെ പാർക്ക് സിറ്റി പോലെ കുറച്ച് അടിപൊളിയായിട്ട് സെറ്റപ്പിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പോകുന്ന റൂട്ടല്ല, വേറെ റൂട്ടിൽ തിരിഞ്ഞു പോയാൽ പോലും അവിടെയൊക്കെ ഇങ്ങനെ ഒരു വേറെ കുറച്ചുകൂടെ നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു വ്യൂ ആ. വേറെ വീടുകളാണേലും മറ്റേ ഹൗസിംഗിന്റെ ഏരിയ ആയാലും എല്ലാം ആണേലും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഡെൻവർ സാധാരണ രീതിയിൽ അപ്പൊ നമ്മള് 18 മാർക്കുമ്പോ അവിടെ ട്രാഫിക് ഒക്കെ ഭയങ്കരമായിട്ട് വരാറില്ലേ? അതാ സിറ്റികളിൽ ചിലപ്പം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിപ്പോ വലിയ ഇത് വരുന്നില്ല. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ശരിക്കും ഇപ്പം ലോസ് ആഞ്ചലസിലേക്ക് പോകുമ്പോ നമ്മൾ അതുവഴി സോൾട്ട് ലേക്ക് വഴി പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഫാസ്റ്റസ്റ്റ് റൂട്ട് ഇതാണ്. 100 കിലോമീറ്റർ അതിനകത്ത് 100-110 കിലോമീറ്റർ കണ്ട് ഇത് കുറവാണ്. പക്ഷെ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാല് ലോഡഡ് ഹെവി ലോഡാണെങ്കിൽ കയറ്റവും ഇറക്കവും ചുരം കയറുമ്പോഴത്തേക്ക് നമുക്ക് റിസ്ക് ആണ്. അപ്പൊ അത് ഭയങ്കര ഡിലേ വന്ന് ഏകദേശം 100 കിലോമീറ്റർ ഓടുന്ന അതേ സമയത്ത് കൂടുതലെടുക്കും. കാരണം മിക്ക സമയത്തും നമുക്ക് ഈ ട്രാഫിക്കിന്റെ ഇത് കൂടുതലുള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇവിടെ പെട്ടും പോകാറുള്ളതായിട്ട്. മൗണ്ടൻ കയറുമ്പോൾ തന്നെ അത് വളരെ സ്ലോ ആയിട്ട് കയറും. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ ഇറക്കവും വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കർവുകൾ ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന 65 സ്പീഡിലൊന്നും പോകത്തില്ല. അവിടെ തന്നെ 55 അവർ പറയുന്നു. പക്ഷെ അതിലും താഴ്ന്ന ചിലപ്പോൾ പോകാൻ പറ്റും. അതുകൂടാതെ അവിടെ ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ഒക്കെ ചിലപ്പോൾ കണ്ടേക്കാം. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രദേശമായിട്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് ഈ നമ്മൾ ഇങ്ങനെ പാറ ഇടുക്കിന്റെ ഒക്കെ ഇടയിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു ചെറിയ ഇടുക്കൊന്നും അല്ല, ഭയങ്കര ഹൈറ്റിലുള്ളത് ഇങ്ങനെ ഇവര് പൊട്ടിച്ചിറക്കിയേക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ഒരു സൈഡില് ഇങ്ങനെ എനിക്കൊന്ന് സമ്മറിൽ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം വെച്ചാൽ ഈ ആൾക്കാർ മറ്റേ കയാക്കിന്റെ ഒക്കെ ചെയ്യുന്നു സംഭവങ്ങളും. അവിടെ കുറെ ഏരിയയിലൊക്കെ ഈ റിസോർട്സുകളൊക്കെ ഉണ്ട്. ഈ റോഡിന്റെ സൈഡിൽ കൂടെ തന്നെ നല്ല നദി ഇങ്ങനെ ഒഴുകിപ്പോയി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നദി എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ജമ്പിങ് ആയിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്ന ടൈപ്പുള്ള നമ്മുടെ വാട്ടർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ടൈപ്പ്. നമ്മുടെ നാട്ടിലെ പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുംകൂട്ടമൊക്കെ ഉള്ള പാറക്കൂട്ടമൊക്കെ ഉള്ള ഒരു വലിയൊരു തോട്. നമ്മുടെ ഈ ആതിരപ്പള്ളി പോകുന്ന റൂട്ടിൽ അവിടെ ഒരു നല്ലൊരു ഇതുപോലത്തെ ഒരു അതിന്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. വാഴച്ചാലല്ല എന്നെ 7:30 അങ്ങനെ ഒരായിട്ടോ ആണോ? അങ്ങനെ ഇതിങ്ങനെ ഏഴാറ്റുമുഖം അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ അതുപോലത്തെ ഒരു സെറ്റപ്പ്, കുറെ ഉരുളൻ കല്ലുകളൊക്കെ ആയിട്ട് ഇങ്ങനെ റഷ് ചെയ്ത് പോകുന്നു. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു ഈ സമ്മർ സമയങ്ങളിലെ റിസോർട്സുകളൊക്കെ ഒരുപാട് ആക്റ്റീവ് ആയിട്ടുണ്ട് ആ സൈഡുകളിൽ. ഡെൻവറിൽ നമ്മുടെ മലയാളിമാരുടെ ബന്ധക്കാർക്ക് ട്രക്ക് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട്. ആണോ? നമ്മുടെ സിദ്ധിന്റെ. അപ്പം ചില സമയത്ത് ഇവര് മറ്റേ ഈടെ ഹാർലി മേടിച്ചായിരുന്നല്ലോ. 2 അടിപൊളി ഹാർലി ഡേവിഡ്സൺ മേടിച്ചത്. അപ്പൊ അതിന്റെ എക്സോസ്റ്റ് അവർക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം കടയിൽ കൊടുത്ത് ഓർഡർ ചെയ്താ തന്നെയല്ലേ നമ്മുടെ കാനഡയില് മറ്റേ എക്സോസ്റ്റ് ചില ഐറ്റംസ് നമുക്ക് പറ്റിയല്ല. അപ്പം അവര് ഇവിടെ ഓർഡർ ചെയ്ത് ഇവിടെ മേടിച്ചിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഡെൻവറിൽ പോയിട്ട് അപ്പൊ അത് എടുത്തുകൊണ്ട് പോയായിരുന്നു. അപ്പൊ അന്നാണ് ചെന്നപ്പോൾ അവിടെ ബന്ധക്കാർക്ക് ട്രക്ക് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഈ ഗ്രാൻഡ് കാനിയന്റെ ടൈപ്പിലുള്ള കുറെ ഏരിയാസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ
ഡെൻവർ ഭാഗത്ത് നമ്മളിങ്ങനെ കയറ്റം കയറി പോകുന്ന ഇങ്ങനെ അങ്ങനത്തെ ഒരു. പിന്നെ ഇത് യൂത്തയോട് കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ജോഗ്രഫിയാണ് ആ ഒരു ഏരിയ ചെന്ന് കഴിയുമ്പോൾ അല്ലേ. പിന്നെ എന്ന് വെച്ചാൽ ഇതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ റോഡ് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഈ പോകുന്ന ഡെൻവർ വരെ ഉള്ളൂ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സംഭവം. മറ്റേന്ന് പറയുമ്പം കുറെ അപ്പ് ഡൗൺ അങ്ങനെയാണ് വെറൈറ്റി തുടങ്ങുകയാണ്. വിരസത അങ്ങ് മാറുകയാണ്. വിരസത മാറും. അപ്പൊ ലൈറ്റ് ലോഡ് ആണെങ്കിൽ അതങ്ങ് പെട്ടെന്ന് കയറിപ്പോവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെ പയ്യെ, പിന്നെ ഈ ബ്രേക്കിംഗ് കൂടുതൽ വരുമ്പം അതുകൊണ്ടാണ് ആൾക്കാർ ബ്രേക്ക് ചൂടാവുണ്ടും ബ്രേക്ക് ചൂടും ഇന്ധനം കൂടുതൽ വരും. മറ്റേതാകുമ്പം സ്ട്രൈറ്റ് ഇങ്ങനെ പോയി അങ്ങ് കയറിയാൽ മതി. അപ്പം ദേവസ്യാച്ചൻ എന്തായാലും വണ്ടി ഓടിക്കട്ടെ. നമുക്ക് ഡെൻവർ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 2 മണിക്കൂർ സമയമുണ്ട്. ആ ഗ്യാപ്പിൽ നമുക്ക് ചെറിയൊരു നാപ്പ് എടുക്കാം. കാരണം വൈകുന്നേരം വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിരിക്കണ്ടേ. നമ്മുടെ ബെഡെല്ലാം സെറ്റ് ചെയ്തു. എന്നാൽ നിങ്ങൾ ഇവിടുത്തെ പൊടി നോക്കിക്കേ. രാവിലെ ആ പൊടിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇന്നലത്തെ ആ പൊടിക്കാറ്റിൽ നിറയെ നമ്മുടെ വണ്ടിക്കകത്ത് പൊടി കയറിയതാ. ഇതുപോലത്തെ കാറ്റാണ് വയോമിങ് ഏരിയയിൽ. ഒരു 1.5 മണിക്കൂർ ഒരു പവർ നാപ്പ് എടുക്കാനൊക്കെ ശ്രമിച്ചു. എന്നാലും ചെറിയൊരു നാപ്പൊക്കെ കിട്ടി കേട്ടോ. നമ്മൾ ചെറിയൊരു മയക്കമൊക്കെ കടന്ന് വരുമ്പോഴത്തേക്കും ഡെൻവർ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡെൻവറിന്റെ ഔട്ടർ എത്തിയല്ലേ. ശരിക്കും ആ നമ്മളെ വിന്റർ കഴിഞ്ഞ് സ്പ്രിങ് ആവുന്നതിന്റെ ഇതുകൊണ്ടാണ് മൊത്തത്തിൽ ചവണ്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു വൃത്തി ഉണ്ടായിരുന്നല്ലേ. ആ ഒരു രസം ഉണ്ടായിരുന്നു. ഇപ്പം മൊത്തത്തിൽ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ ഒരു സമയത്ത് ഡെൻവറിന് ഇഷ്ടം പോലെ ഫർണിച്ചറിന്റെ ഡെലിവറി വരുമായിരുന്നു നമുക്ക്. ഇന്ന് ഒരു 2 തവണയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇവിടെ ഏതാണ്ട് വലിയ അമേരിക്കൻ പോലീസിന്റെ ഒരു വലിയ ഹെഡ് ക്വാർട്ടേഴ്സ് ആവും അങ്ങനെ കണ്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വലിയ ഫെസിലിറ്റി പണി നടക്കുന്ന ഒരു സമയത്ത് അങ്ങോട്ട് കുറെ ഫർണിച്ചറായിട്ട് സ്ഥിരം ലോഡ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ നമ്മള് നേരെ ഡെൻവർ അന്ന് ഫർണിച്ചർ ഡെലിവറി ചെയ്യും, നേരെ കാലിഫോർണിയക്ക് പോകും. ഡെൻവറിന്റെ മൗണ്ടൻ റീജിയൻ എത്തിയല്ലേ. നമ്മൾ മറ്റേ ഡെൻവറിന്റെ ഡൗൺ ടൗണിലോട്ട് പോയില്ല. ഇതിലെ ഈ സൈഡ് ചേർന്ന് വന്നോണ്ടാ. ഞാൻ ഇതിനെ കുറിച്ചുള്ള ഫൺ ഫാക്ട്സ് നോക്കുവായിരുന്നേ, ഡെൻവറിനെ കുറിച്ചുള്ളത്. അപ്പൊ ഈ ഡെൻവർ എയർപോർട്ടിലാണ് ഏറ്റവും വലിയ ടെർമിനൽ ഉള്ളത് ലോകത്തില്. ഓ ശരി. അവിടുത്തെ വല്ല ദുബായിലൊക്കെ ആയിരിക്കുന്നു. 1.5 million square feet of terminal space ആണുള്ളത്. You can fly non-stop to Tokyo, Frankfurt, Zurich, London and Paris along with almost every major US city. എനിക്ക് തോന്നുന്നു ഈ ഡെൻവറെ ഭയങ്കര ടൂറിസ്റ്റ് സ്പോട്ടാ. ഇഷ്ടംപോലെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ചില വലിയ ഇപ്പം നമ്മുടെ ഒരു കസിൻ്റെ അവരൊക്കെ അവരുടെ ബിസിനസ് മീറ്റിംഗ്, അതായത് ഇവര് ചുമ്മാ മീറ്റിങ്ങുകൾ വരുമല്ലോ, വലിയ വലിയ കോൺഫറൻസുകളൊക്കെ, അതൊക്കെ അവർ അറ്റൻഡ് ചെയ്യുന്ന ഈ ഡെൻവറിലാണ്. പണ്ട് ഞാനിങ്ങനെ ഡെൻവർ പോകുന്നു പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ നെക്സ്റ്റ് മന്ത് ഞങ്ങൾക്ക് അവിടെ ഒരാഴ്ച ഇങ്ങനെ ബിസിനസ് മീറ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഒട്ടുമിക്ക ഇങ്ങനെയുള്ള, അപ്പോൾ അവർ പറഞ്ഞ ഇച്ചിരി ടൂറിസ്റ്റും ഇങ്ങനെയുള്ള ഒരു വെക്കേഷൻ അങ്ങനത്തെ ഒരു ടൈപ്പ് സ്ഥലങ്ങളിൽ നമ്മുടെ ബ്ലൂ മൗണ്ടൻ ഒക്കെ പോലെ ഇഷ്ടംപോലെ റിസോർട്ടുകളുള്ള ഒരു, പിന്നെ ഈ പറഞ്ഞ എയർപോർട്ട് സൗകര്യവും ഇതെല്ലാം ഉണ്ടല്ലോ. പെട്ടെന്ന് ഈ ഡെൻവർ സിറ്റിയിലുണ്ടല്ലോ ബ്രോ, അതിന്റെ ഡൗൺ ടൗണിന്റെ അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി ഉണ്ടെന്നാ പറയുന്നത്. there is an underground city below downtown. ഞാൻ പണ്ടതിന്റെ അകത്തോട്ട് ഒരു മറ്റേ ഇതുണ്ട്, തുരങ്കം പോലെ. നമ്മൾ മറ്റേ ഇതില് പോകുന്നത് കുറെ ലോങ് ആയിട്ടുള്ള ഒരു ഇതിലൂടെ പണ്ട് പോയിട്ടുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടോ? അതായത് അതാണ് സംഭവം എന്നാ പറയുന്നത്. beneath lower downtown lies a maze of tunnels. ടണലിൽ കൂടെ പോയതാ. Many dating back to the 1800s, originally built for moving goods between warehouses and train depots. ആ ടണലിൽ കൂടെ പോയിട്ടുള്ളതാ. ഏത് ട്രക്ക് കൊണ്ടോ? ഒരു ടണൽ പോലത്തെ സംഭവം ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ ടണലാണോ ഒരു ടണല് പോലെ, നമ്മൾ മറ്റേ ഒരു ഇച്ചിരി ലോങ് ആയിട്ട് ഇച്ചിരി വളവൊക്കെ ആയിട്ടുള്ള ഒരു വളഞ്ഞ് നേരെയുള്ള ഒരു ടണലല്ല. അല്ല, ചിലപ്പോ ആയിരിക്കും. ലൈറ്റ് ഈ വെയർ ഹൗസുകളെ കണക്ട് ചെയ്യുന്നതും
ആ ടണലിന് നല്ല വീതിയാ, ഇങ്ങനെ 4-5 വരി ഇതുണ്ട്. ഓ മനസ്സിലായി മനസ്സിലായി. അല്ല മറ്റേ ചെറുതല്ല, റിയൽ നമ്മുടെ 3-4 ലൈനുള്ള ടണലുകൾ പോലെ. അത് ഒരു ലോങ് കുറെ സൈഡിലേക്ക് അപ്പൊ ഞാനൊക്കെ പറയാ ഇതിനകത്തെങ്ങാനും വരുന്ന കിടന്ന പോലെ ഏടാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊടിയാണുള്ളൂ. അപ്പം അതുപോലെ നമ്മുടെ മോൺട്രിയലിൽ ഇതുപോലെ ഒരു അണ്ടർഗ്രൗണ്ട് ഇതുണ്ടല്ലോ, വെള്ളത്തിന്റെ അടിയിൽ കൂടെ അതിലെങ്ങോട്ട് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. മോൺട്രിയൽ ഡൗൺ ടൗണിൽ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടെന്ന് പറഞ്ഞ അണ്ടർഗ്രൗണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് ആണെങ്കിലും അറിയില്ല, കാരണം ഇത് ഏതോ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലാണെന്നേ തോന്നുള്ളൂ. കാരണം ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് എയർ സർക്കുലേഷൻ ഉള്ള ഒരു സാധനം ആയതുകൊണ്ട് എന്നാ ഇങ്ങനെ പറഞ്ഞത്. അല്ല നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ മലയുടെ മുകളിൽ കിടക്കുന്നവരല്ല ഇപ്പൊ താഴോട്ട് ഇറങ്ങുക. അതെ അതെ അതെ, ഉരുൾപൊട്ടലും മറ്റു പല കാര്യങ്ങളും അല്ലേ പറഞ്ഞോണ്ട് ഇപ്പൊ ഇവിടെ ഉള്ളവരെല്ലാം പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പ്രൈസ് കൂടുതൽ ഇവിടെ. അതെ, അത് സത്യമായിട്ടോ. കാരണം വെച്ചാ മലമുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരാ. കാരണം ഇവിടുത്തെ ഒക്കെ ഒടുക്കത്തെ വിലയും ലാൻഡിന്റെ വിലയൊക്കെ കാരണം മുകളിലേക്ക് ഇറങ്ങി. ഇവിടെ എന്ന് പറഞ്ഞാൽ അൾട്രാ റിച്ച് ടീമുകളാണ് മലമുകളിൽ താമസിക്കുന്നത്. ഇത് കണ്ടില്ലേ, അത് ആ സൈഡിൽ കണ്ടോ വലിയൊരു വീടാ, അതുകൊണ്ടോ എനിക്കൊരു മലയുടെ ഒരു എഡ്ജിലായിരിക്കും. സത്യം. പിന്നെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാലും എല്ലാ ഇപ്പൊ വീടുകളും ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടേ ഇപ്പൊ ഫയർ കാരണോ മറ്റെന്തേലും കാരണം കൊണ്ട് ഒരു ഡാമേജ് ഒക്കെ പറ്റിയാലും ഇവർക്ക് വേറെ നഷ്ടങ്ങളൊന്നും വരുന്നില്ലല്ലോ. അതെല്ലാം പ്രോപ്പർ ആണല്ലോ ഇവിടെ. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ, വയനാട്ടിൽ തന്നെ അത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് ഇപ്പോഴും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സമാഹരണം നടന്നിരുന്നുണ്ടെങ്കിലും ആ പണിത് കൊടുക്കാന്ന് പറഞ്ഞ വീടുകളൊന്നും പൂർണ്ണമായിട്ടും നടന്നിട്ടില്ലല്ലോ. പിന്നെ വേറൊരു കൂടെയാണെന്ന് വെച്ചാൽ ഈ മലമുകളിലേക്കൊക്കെ ഇവർക്ക് മറ്റേ വണ്ടിയും കാറും എല്ലാവിധ ആക്സസും ഉണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റിക്കുള്ള പരിപാടികളും ഉണ്ടാവും, വെള്ളത്തിന്റെ പരിപാടികൾ അതെല്ലാം അവര് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അല്ല നമ്മുടെ നാട്ടിലും റോഡും ഇതൊക്കെ ശരിയായിട്ട് വരും, പക്ഷെ ഇതൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ ആൾക്കാർ അവിടെ നിൽക്കുന്നില്ല. അവരുടെ ഒരു നമ്മുടെ ആൾക്കാരുടെ ചിന്താഗതി ഉണ്ടല്ലോ, മുകളിലുള്ളവർക്ക് നഗരത്തിൽ വന്ന് താമസിക്കാനും നഗരത്തിൽ കിടക്കുന്നവർക്ക് മുകളിലോട്ട്, അങ്ങനെ ആ ഒരു ഇവിടം കാണുമ്പോൾ അവിടെ പച്ചാന്ന് പറയുന്ന പോലെ ആ ഒരു ചിന്താഗതിയാണ്. എന്തായാലും വിൻട്രി നമ്മൾ പേടിക്കണം എന്ന് പറഞ്ഞ ആ ഇറക്കങ്ങളിൽ പെടുന്ന ഈ ഒരു ഭാഗമൊക്കെ അല്ലേ. കേട്ടോ യെസ് പോലെ വളഞ്ഞു വളഞ്ഞുള്ള ഇത്രയും വീതി ഉള്ളതുകൊണ്ട് നമുക്കിത് തോന്നാത്തേ ഇറക്കം, പക്ഷെ ഇത് കുത്തനെ നല്ല ഇറക്കമാണ്. നല്ല ഇറക്കമാണ്. അതുകൂടാതെ ഇത് 2 ലൈനേ ഉള്ളൂ. നോക്കിക്കേ, ഇതിപ്പോ രസം എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒരു കൺസ്ട്രക്ഷനും വരുന്നുണ്ട്. ഈ 2 ലൈനും ഒരു കാറുകാര് അങ്ങ് നേരത്തെ എടുത്ത് അവരങ്ങ് പയ്യെ പോവാന്നിരിക്കട്ടെ. കാരണം നമ്മളെക്കാളും പേടിയുള്ള കൂട്ടരാണല്ലോ കാർ ഓടിക്കുന്നവര്, പ്രത്യേകിച്ച് വിന്റർ സാഹചര്യങ്ങളിൽ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരങ്ങ് പയ്യെ പോകും. പക്ഷെ നമ്മൾ ഇത്രയും ലോഡും വെച്ച് അവരുടെ പുറകെ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, ശരിയല്ലേ. നമ്മളെ സാധാരണ നമുക്ക് ഇറക്കാൻ അറിയാവുന്നതുകൊണ്ട് നമുക്ക് പോയാൽ റൺ ചെയ്തല്ലേ പറ്റുള്ളൂ. ബ്രേക്ക് എന്തോരം ഉപയോഗിക്കും, അതാണ് നമ്മളെ ഏറ്റവും വലിയ ടെൻഷൻ അടിപ്പിക്കുന്നത്. അല്ലെ പിന്നെ നമ്മൾ മറ്റേ ഗിയർ വണ്ടിയിൽ ഉപയോഗിക്കുന്ന പോലെ നമ്മള് ടോപ്പിൽ നിന്ന് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് അതിന്റെ സ്പീഡ് എഞ്ചിൻ ബ്രേക്കും ഇതെല്ലാം കൂടെ ഇട്ട്. അതാണേലും ഈ ചില കാറുകാര് ഭയങ്കര പയ്യെ പോകും. അല്ല നമ്മള് ഡിസ്റ്റൻസ് ഇട്ടേ പോകാൻ പറ്റും. അതെ, അല്ല എന്നിട്ട് ഈ പയ്യെ പോണ കാറുകാർ തന്നെയാണ് റൈറ്റ് ലൈൻ ആണ് സ്ലോ ആയിട്ട് പോകുന്നവർക്ക് വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ട്രക്ക് പോകാനുള്ള ലൈൻ ഡോമിനേറ്റ് ചെയ്ത് അവരെല്ലാം ഈ ലൈനിൽ പയ്യെ പോയിക്കൊണ്ടിരിക്കും. അപ്പുറം എല്ലാം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. ഖനനം കാണുന്നില്ല. അതുകൊണ്ട് വലിയ മൈനുകളൊക്കെ ഉണ്ട് കേട്ടോ സൈഡില്. ആലോചിച്ച് നോക്കിയാ. അപ്പൊ അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഡേഞ്ചർ. നമ്മള് ഹെവി ട്രക്കും കൊണ്ട് വരുമ്പോഴത്തേക്കും ബ്രേക്ക് അതുപോലെ ഉപയോഗിക്കണ്ട ഒരു ഇതുവഴി പോകുമ്പോഴത്തേക്കും. ഡെൻവർ കൊളറാഡോ സാമ്പിൾ. ഈ കല്ലൊക്കെ താഴോട്ട് വരുന്നതാ ഇതിന്റെ സൈഡിൽ കൂടെ. സത്യം. ഇത് ഈ സ്ലേറ്റ് പോലെ അടുക്കി വെച്ചേക്കുന്ന കല്ലുകളാണല്ലോ. ഇതിൽ കൊറോഷൻ സംഭവിക്കുമ്പോഴത്തേക്കും എല്ലാവരും കാറ്റടിക്കുവോ, എല്ലാം മൃഗങ്ങളൊക്കെ മുകളിൽ കൂടെ പോവോ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ താഴത്തേക്ക് പോരാന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇതുപോലെ കാരവാനും ഇതുപോലെ ക്യാമ്പറുമായിട്ട് വരുന്ന ഒരു ഏരിയ ഇനി കൂടും. ഇപ്പൊ ഇതുണ്ടോ ഈ സൈഡിൽ കൂടെ ഒരു പുഴ പോലെ തോട് പോലെ ഉണ്ടോ? ഇപ്പം വെള്ളം കുറവാ. അതെ, മറ്റേ നല്ല ശക്തിക്ക് വെള്ളം വരും, നല്ല പുഴ പോലെ. ഇപ്പൊ എനിക്കൊന്ന് ഇവര് മാറ്റി വല്ലതും വിട്ടേക്കുന്ന സംശയമുണ്ട് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നു.
കാരണം ഇല്ല ഡാം വെച്ച് കൺട്രോൾ ചെയ്യുന്ന ഉള്ള സംശയം. അതുകൊണ്ട് അവര് പാറ പൊട്ടിച്ച് വീതി ഇതുണ്ടോ ഇത് നോക്കി പൊട്ടി വീണ പൊട്ടിച്ചതാണോ പൊട്ടീരും കൂടെ അല്ല പൊട്ടീര വണ്ടി ഉണ്ട് മുകളിൽ കല്ല് പൊട്ടീര വീതി കൂട്ടാനുള്ള ഇതാ നോക്കേ. നമ്മള് ബുദ്ധിമുട്ട് പറഞ്ഞത് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് ലൈനിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിട്ടും. അതെ ഇതുണ്ടോ ഇത് മൊത്തം അരിഞ്ഞിറക്കുവാ നോക്കി. ഇത് മൊത്തം വീതി കൂട്ടുക കേട്ടോ. പക്ഷെ ഈ പ്രാവശ്യം ഇവിടെ ഈ സൈഡിലെ പുഴയൊക്കെ ശാന്തമായിട്ട് ഒഴുകുന്നത്. വെറ്ററൻസ് മെമ്മോറിയൽ ടണൽ. നമ്മളിപ്പോ കടന്നു പോണത് ഐഡാഹോ സ്പ്രിങ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺഷിപ്പിൽ കൂടെ. എന്നാ രസമല്ലേ, പഴയ ഇതാ. നല്ല കീട്ടിലും കുറച്ച് വിഷ്വൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ മൗണ്ടന്റെ ബാക്ക്ഗ്രൗണ്ടില് നല്ല ഭംഗിയുള്ള കുറെ കെട്ടിടങ്ങളും നല്ല എന്ത് രസമാണ് ഇവർ ഈ വീടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് അല്ലേ. ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിന് പറ്റുന്ന രീതിയിൽ അവരങ്ങനെ വലിയ ബിൽഡിങ്ങുകളല്ല പണിയുന്നത്. ഇവിടുത്തെ ചെറിയ ബിൽഡിങ്ങുകൾ പക്ഷെ എല്ലാം നല്ല. നമ്മുടെ ആ ലെഫ്റ്റ് സൈഡിൽ നമ്മളാ പറഞ്ഞ റിവർ റാഫ്റ്റിങ്ങിനൊക്കെ പറ്റിയ ടൈപ്പ് നദി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിഷ്വൽസിൽ കാണാം. അത് താന്ന് കിടക്കുന്നോണ്ട് ഒബ്വിയസ് അല്ല നമുക്ക്. പക്ഷെ ഇപ്പം വെള്ളം കുറവാണ് കേട്ടോ. നേരത്തെ ഇതല്ല, നല്ല ശക്തിക്ക് വെള്ളം, നല്ല കനത്തി വെള്ളം ഫോഴ്സിൽ പോകും. അപ്പൊ ആൾക്കാരിങ്ങനെ ആ പറഞ്ഞ ബോട്ട് ഇങ്ങനത്തെ വള്ളം പോലത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടിയുടെ വെച്ച് വെച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ട് തുഴഞ്ഞു വരിക. അങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസിനൊക്കെ പോകാറുണ്ടോ? നാട്ടിൽ പോകുമ്പോ പുഴയിൽ ഇറങ്ങാറ്. നമ്മള് വാട്ടർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേ ഇങ്ങനെ പോകുന്ന വാട്ടർ ആക്ടിവിറ്റി. നാട്ടിൽ പോകുമ്പോ ഉണ്ടായിരുന്നു പണ്ട് വാട്ടർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് മറ്റേ വെള്ളത്തിൽ കളി ഇഷ്ടം അല്ലേ. ഇപ്പൊ നമ്മൾ പഴയ പോലെ പണ്ട് ചാടിയെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചെന്ന് ചാടി കഴിഞ്ഞാൽ നമ്മളെ കൈയും കാലൊക്കെ വെച്ചിട്ട് ആൾക്കാരുടെ അടുത്ത് ബുക്ക് എടുത്തു. അതേണ്ട റിവർ റാഫ്റ്റിങ്ങിന്റെ ബസ്സുകളാണല്ല, അങ്ങനെ റിവർ റാഫ്റ്റിങ്ങിന് കൊണ്ടുപോകുന്ന ബസ്സുകൾ. ഏട്ടാ ഈ കിടക്കുന്ന സ്കൂൾ ബസ്സുകൾ ഉണ്ടോ? ഇങ്ങനത്തെ സ്കൂൾ ബസ്സുകളിലാണ് മറ്റേ വാട്ടർ റാഫ്റ്റിങ്ങിനുള്ള ആൾക്കാരെ കൊണ്ടുവരികയും ചെയ്യുന്നത്. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു തടാകം പോലത്തെ സെറ്റപ്പ് ഉണ്ടോ? ഇതൊരു ഡാം സെറ്റപ്പിലാണ്. ഇവിടുന്ന് വാട്ടർ കൺട്രോൾ ചെയ്താണ് ആ നദി കൂടെ വിടുന്നത്. അപ്പൊ നമ്മള് പറഞ്ഞ കറക്റ്റ് ചേച്ചാ. അതെ അപ്പൊ അവര് തുടങ്ങി ആ വെള്ളം കൺട്രോൾ ചെയ്ത് വിടുന്നുണ്ട്. നിങ്ങള് പുലിയാണോ? സാധനം അറിയാ സംഭവം ഉണ്ടായിരുന്നോ? സാധാരണ അതിലെ നല്ല ഫോഴ്സിൽ വെള്ളം പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ള. ഇപ്പം സ്നോയൊക്കെ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോ നന്നായിട്ട് പോണമല്ലോ. അപ്പൊ അവര് ഇവിടെ കൺട്രോൾ ചെയ്തേക്കുവാ. അപ്പൊ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഇവര് ചിലപ്പോ ഇവിടുന്നൊക്കെ ആയിരിക്കും പരിപാടികൾ പറയുന്നത്. ഇപ്പൊ ഇതെല്ലാം പുതിയ കൺസ്ട്രക്ഷനുകളാണ്, ഇതെല്ലാം പുതിയ വീടുകളാണ്. ഏട്ടാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ പൈൻ മരങ്ങളുടെ ഒക്കെ ഭംഗി നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിലേക്കായി. പക്ഷെ നമ്മുടെ വിൻഷീൽഡ് നല്ല ഡേർട്ടി, ആ പൊടി മുഴുവൻ അടിച്ചു കിടന്ന്. വണ്ടി നിർത്തുമ്പോ ഒന്ന് ക്ലീൻ ചെയ്യാം അല്ലേ. എന്തായാലും നമ്മള് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഡെൻവറിന്ന് കവർ ചെയ്യാൻ പറ്റി. ഡെൻവറിന്റെ ഒരു എപ്പിസോഡ് ഒരു 30 മിനിറ്റ് വീഡിയോ ഒക്കെ ഉള്ള കിടിലം കുറെ വിഷ്വൽസ്. കാരണം വെച്ചാൽ ആ തുടക്ക ഭാഗത്ത് ചവണ്ടിരിക്കുവായിരുന്നെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു ഭംഗിയായി അല്ലേ. ഇതൊക്കെ ഐസാട്ടോ, ഫ്രോസൺ ആയിട്ടിരിക്കണേ. കല്ലിന്റെ ഇടയിൽ മറ്റേ ഉറവ് പോലത്തെ സാധനം ഇറങ്ങണത് ഫ്രീസ് ആയത്. നമ്മുടെ മുമ്പിൽ പോകുന്ന ഈ പെൻസ്കി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഈ മഞ്ഞ ട്രക്ക് ഉണ്ടല്ലോ, ഈ ട്രക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കോ അല്ലെ കൊമേഴ്സ്യൽ ആയിട്ടുള്ള ആൾക്കാർക്കോ ഒക്കെ റെന്റിന് കിട്ടുന്ന ഒരു ബ്രാൻഡ് ആണ് പെൻസ്കി അല്ലേ. പക്ഷെ ഈ പെൻസ്കി ഒക്കെ ഈയിടെ ബാങ്ക്രപ്സിയുടെ വക്കലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു, കേട്ടായിരുന്നോ അങ്ങനെ വല്ലോ? അറിയില്ല. ഈ അടുത്ത നാള് ഒരുപാട് കമ്പനികൾ ഇങ്ങനെ ബാങ്ക്രപ്സി ചെയ്തിട്ടുള്ളതുകൊണ്ട് പിന്നെ ചില കമ്പനികൾ അത് ഏറ്റെടുക്കുമായിരിക്കും. ചിലപ്പോൾ ഈ പേരൂടെ കൂട്ടി ആ ബ്രാൻഡ് നെയിമോട് കൂടി തന്നെ. കാരണം ഇതെല്ലാം ഫെമിലിയർ ആയതുകൊണ്ട് അത് മാറ്റാണ്ടല്ലേ. കാരണം നിങ്ങൾ കണ്ടോ, ഈ ഏരിയ എല്ലാം അവലാഞ്ചിന് സാധ്യതയുള്ള ഏരിയകളാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവലാഞ്ച് ഉണ്ടാവേണ്ട സാഹചര്യം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവലാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്നോയി ഐസി മൗണ്ടൻസിന്റെ ഒക്കെ ചില വീഡിയോസ് കാണുമ്പോൾ വലിയ മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തട്ടി അവിടെ വലിയ ഭൂകമ്പം പോലെ ഒരു ഐസിന്റെ ഒരു വലിയ മണ്ണിടിച്ചിൽ പോലെ ഐസ് ഇടിഞ്ഞിട്ട് ആ ഏരിയ മുഴുവൻ കവർ ചെയ്ത് പോകുന്ന
സാധനത്തിനാണ് അവലാഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ഐസ് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിലുള്ള സാധനങ്ങളെല്ലാം ഭയങ്കര വലിയ ലെയറിൽ കവർ ചെയ്തു പോകും. കറക്റ്റ് നമ്മുടെ മണ്ണടിച്ചില് ആ പ്രത്യേകിച്ച് ഇപ്പൊ റോട്ടിൽ കൂടെ പോകുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പിന്നെ റെസ്ക്യൂ ഉണ്ടാകും, കാരണം ആ റോഡിന്റെ പാറ്റേൺ അറിയാവുന്നതുകൊണ്ട്. പക്ഷെ ഈ സ്കീയിങ്ങിന് പോകുന്നവരൊക്കെ അവലാഞ്ചി പെട്ട് കഴിഞ്ഞാൽ അല്ല ഈ ട്രെക്കിങ്ങിന് മൗണ്ടൻ ക്ലൈംബിങ്ങിനൊക്കെ പോലെ ഈ എവറസ്റ്റിലൊക്കെ ഭയങ്കരമായിട്ട് അവലാഞ്ച് വരുന്നത് ഡേഞ്ചറസ് ആയിട്ട് ഇങ്ങനെ കേട്ടോ. ആ ബോക്സിൻ്റെ അത് റോപ്പ് മാറുന്ന സാധനം വെച്ചിട്ടാണ് വേണ്ട ഈ മുകളിലേക്ക് സ്കീയിങ്ങിനുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അതിന്റെ മുകളിൽ നിന്ന് അമ്മാരെ തന്നെ തെറിച്ച് താഴത്തേക്ക് വരും. വേണ്ട കുറെ പേര് സ്കീയിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. പഠിക്കണതൊക്കെ എടാ ഇവിടെ ഉണ്ട് അടിപൊളി. അതായത് ഇതിന്റെ എല്ലാ ചെരുവുകളിൽ കൂടെ ചിലപ്പം ഓരോരുത്തരും ഇതിന്റെ ഓണർഷിപ്പ് ആയിരിക്കും, പല പ്രോപ്പർട്ടികളായിരിക്കും ഈ സ്കീയിങ് റിസോർട്ടുകളുടെ. വേണ്ടേ നിസാര പൈസ ഉള്ളതായിരിക്കും അല്ലെ. ഈ സ്കീയിങ്ങിന്റെ എക്യുപ്മെന്റ്സ് ഭയങ്കര റേറ്റ് ഇതിന്, ആൾക്കാർക്ക് ഇത് മേടിക്കാനും ഉപയോഗിക്കാനും. പഴയ ഫോർമുല 1 മൈക്കിൾ ഷൂമാർക്കറിന് ഇതുപോലെ സ്കീയിങ്ങിന്റെ ഇടയിൽ അപകടം പറ്റിയിട്ടാണ് പുള്ളി കോമയില്. ശരിക്കും പറയാൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ബ്ലൂ മൗണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്കീയിങ് റിസോർട്ട് ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഒരു പ്രാവശ്യം പോയി സ്കീയിങ് ചെയ്യുന്നതിന്റെ ഒക്കെ ഡീറ്റെയിൽ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വ്ളോഗ് നമ്പർ നമ്മൾ ഇതിന്റെ സൈഡിൽ കൊടുത്തേക്കാവേ. അപ്പൊ അത് കാണാത്തവര് പറ്റുവാണെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ നമുക്ക് ഒരു സപ്പോർട്ടും ആയേനെ. അല്ല അതും സ്കീയിങ്ങിന്റെ തന്നെ കേട്ടോ. അതിന് വേണ്ടിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്ന അങ്ങ് മുകളിലേക്ക്. ആ അപ്പൊ പല ഗ്രേഡിലുള്ള സാധനങ്ങളുണ്ട് അല്ലേ. എന്റെ പൊന്ന് തേങ്ങ അവിടുന്ന് തെങ്ങ് തെറിഞ്ഞ് വരുന്ന ഇവിടെ എന്തോരം ആൾക്കാരത് ചെയ്യാൻ വന്നേക്കണല്ലേ. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, എല്ലായിടത്തും എടാ ഇവിടെ ഉണ്ട് അടിപൊളി. അതായത് ഇതിന്റെ എല്ലാ ചെരുവുകളിൽ കൂടെ ചിലപ്പം ഓരോരുത്തരും ഇതിന്റെ ഓണർഷിപ്പ് ആയിരിക്കും, പല പ്രോപ്പർട്ടികളായിരിക്കും ഈ സ്കീയിങ് റിസോർട്ടുകളുടെ. നിസാര പൈസ ഉള്ളതായിരിക്കും അല്ലെ. ഈ സ്കീയിങ്ങിന്റെ എക്യുപ്മെന്റ്സ് ഭയങ്കര റേറ്റ് ഇതിന്, ആൾക്കാർക്ക് ഇത് മേടിക്കാനും ഉപയോഗിക്കാനും.